ചെറുപ്രായത്തിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ തയ്യാറെടുക്കുകയാണ് 11 വയസ്സുകാരനായ മെഷാക് തോമസ് എന്ന ആൺകുട്ടി. കഴിഞ്ഞ 4 വർഷമായി തന്റെ മുടി വളർത്തി അർബുദ രോഗികൾക്കായുള്ള വിഗ് നിർമ്മാണത്തിന് സംഭാവന ചെയ്യുക എന്നതാണ് ഈ ആൺകുട്ടിയുടെ ലക്ഷ്യം. ഒറ്റനോട്ടത്തിൽ പെൺകുട്ടിയാണെന്ന് തോന്നിക്കുന്ന മെഷാക്കിന്റെ തീരുമാനത്തിന് പിന്തുണയായി അവൻ പഠിക്കുന്ന നദ്വത്തുൽ ഇസ്ലാം UP സ്കൂളിലെ അധ്യാപകരും സഹപാഠികളും ഒപ്പം തന്നെയുണ്ട്. 11 വയസ്സുകാരനായ മെഷാക് തോമസ് എന്ന ആൺകുട്ടി കഴിഞ്ഞ 4 വർഷമായി മുടി വളർത്തുന്നത് മറ്റൊന്നിനുമല്ല. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ആകൃഷ്ടനായ അവന് അതിൽ പങ്കാളിയാകാനുള്ള മാർഗം ഈ ചെറുപ്രായത്തിൽ അർബുദ രോഗികൾക്കായുള്ള വിഗ് നിർമ്മാണത്തിന് തന്റെ മുടി സംഭാവന ചെയ്യുകയെന്ന തിരിച്ചറിവാണ്. ഇതുകൂടാതെ മറ്റുള്ളവർക്ക് മാതൃകയുമാണ് മെഷാക്. ചേർത്തല അരൂക്കുറ്റി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് സ്വദേശികളായ കുഞ്ഞച്ചന്റെയും ലിജിയുടെയും ഇളയപുത്രനായ മെഷാക് മുടി വളർത്താൻ തുടങ്ങിയത് അടുത്ത ബന്ധുവായ റോജോയുടെ ഉപദേശം മൂലമാണ്. മുടി വളർത്തിയാൽ ക്യാൻസർ ബാധിതരായ രോഗികൾക്ക് നൽകാമെന്ന് പറഞ്ഞത് അദ്ദേഹമാണെന്നും മറ്റൊരു ബന്ധു 2 തവണ മുടിമുറിച്ച് നൽകുകയും ചെയ്തത് കൂടുതൽ പ്രചോദനമായെന്നും മെഷാക് പറയുന്നു. ഡ്രം വാദനം ഹോബിയായിട്ടുള്ള മെഷാക് ഇപ്പോൾ ഡ്രമ്മിൽ പഠനം തുടരുകയാണ്. സ്വന്തമായി ഡ്രം വാങ്ങുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കാത്തിരിക്കുകയാണ് ഈ ബാലൻ. കെട്ടിടപ്പണിക്കാരനായ പിതാവ് കുഞ്ഞച്ചനും തയ്യൽ തൊഴിലാളിയായ അമ്മ ലിജിക്കും 30,000 രൂപയോളം ചിലവ് വരുന്ന ഡ്രം വാങ്ങിക്കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ മെഷാക്കും ജ്യേഷ്ഠൻ മിലാൻ തോമസും ചേർന്ന് അലങ്കാര പൂച്ചകളെയും അലങ്കാര പ്രാവുകളെയും വളർത്തി വിൽപ്പന നടത്തി പണം സമ്പാദിക്കാനുള്ള ശ്രമത്തിലാണ്. ഏതായാലും പുതുവർഷം പുലരുമ്പോൾ കളമശ്ശേരി ക്യാൻസർ സെന്ററുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ മെഷാക്കിന്റെ മുടിയും വിഗായി രൂപം മാറും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് മെഷാക്കും കുടുംബവും. നദ്വത്ത് ഇസ്ലാമിക് അപ്പർ പ്രൈമറി സ്കൂളിലാണ്. അവിടുത്തെ ടീച്ചർമാര് എന്നോട് ചോദിച്ച് മുടി വളർത്തുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ക്യാൻസർ പേഷ്യൻസിനെ വളർത്തുന്നു പറഞ്ഞത്. സാർമാരൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ അവിടുത്തെ കുറേ ചേട്ടന്മാരൊക്കെ പറഞ്ഞ് എന്തിനാണ് മുടി വളർത്തുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞ് ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുന്നതൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ് 2ാം ക്ലാസ് വെച്ചാണ് വളർത്താൻ തുടങ്ങി. കൊറോണ ഇതായപ്പോഴാണ് വളർത്തിയത്. അപ്പം വളർത്തുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞ് വളർന്നപ്പോൾ എന്തായിരുന്നു ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ വളർന്നു. ഇപ്പം 2023 ഡിസംബർ ആയപ്പോൾ പറഞ്ഞ് വെട്ടി നമുക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ വെച്ചേക്കുകയാണ്. മോൻ ഇങ്ങനെ 2 പ്രാവശ്യം മുടിവെടുത്ത് കൊടുത്തായിരുന്നു. ആ ചേട്ടൻ അമലയിലാണ് കൊടുത്തത്, തൃശ്ശൂര്. അപ്പം എൻ്റെ അപ്പച്ച അങ്ങനെ പറഞ്ഞ് മുടിവെടുത്ത് പറഞ്ഞ് അപ്പച്ചനെ പറ്റി പറഞ്ഞ് വളർത്തിക്കൊണ്ടാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ. ന്യൂസ് ബ്യൂറോ, അരൂർ. ചൈനീസ്, മലായി, സ്പാനിഷ് അങ്ങനെ നമ്മുടെ കൊച്ചിക്കായലിലെ തീരത്തിന് ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെ ഇല്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടിയൻ, പനമ്പള്ളി നഗർ.